പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പുതുവർഷത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ ഒരു വർഷക്കാലം നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ പരിശുദ്ധ പാതിരാ കുർബാനയിലൊക്കെ നമ്മൾ ശരിക്കും ചില നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മേഖലകളിലെല്ലാം സ്വർഗം അത്ഭുതകരമായ വിധത്തിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 5.5 വർഷക്കാലം നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ, നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. അവിടെ 5.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ ലൂക്ക് സിസ്റ്ററെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുറുക്കഞ്ചേരിയിലുള്ള പ്രോവിൻഷ്യൽ ഹൗസിലേക്ക് സിസ്റ്ററെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴാണ് മനോഹരമായൊരു പുൽക്കൂടും ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടത്. വേഗം ഇവിടെ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ഡി അഡിക്ഷൻ പോലെയുള്ള സെൻറ്ററുകളിൽ ശുശ്രൂഷ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങൾ, ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു ക്ലാസ്സിനൊക്കെയാണ് അവിടെ പോകാറുള്ളത്. ഞാൻ ഈ സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, സിസ്റ്റർ ലൂക്കിൻ്റെ പോലെ, സിസ്റ്റർ ബീനയുടെ പോലെ ഒരുപാട് സിസ്റ്റേഴ്സ് ശരിക്ക് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പി ലേഖനം 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ പുതുവർഷത്തിലെ വേറൊറ്റ വചനമല്ല നമുക്ക് പറയാനുള്ളത്. ഈശോ ഒരൊറ്റ വചനമാണ് നമുക്ക് തരുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ദൈവമേ, ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. ദൈവമേ, ഇതെങ്ങനെയാണാവോ, ഈ വർഷം ഇനി എന്തൊക്കെ ഗുലുമാലുകളാവോ വരെ, ഇങ്ങനെ പല രീതിയിലുള്ള ഭയവും ആശങ്ക, ആകുലത. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സമയാസമയങ്ങളിൽ ഇന്നലെ വരെ എന്നെ വഴി നടത്തിയ എൻ്റെ ദൈവം ഇന്നും നാളെയും എന്നെ വഴി നടത്തും. ദൈവമേ, ഞങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വലിയ ദൈവകൃപകളുടെ നാളുകളായി മാറട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.